ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ മനുഷ്യനും വ്യത്യസ്തമായ രീതിയിലാണല്ലോ ജീവിതത്തെ നോക്കിക്കാണുന്നത്. അപ്പോൾ അതിനകത്തെ പ്രവർത്തനത്തിനും വ്യത്യാസമുണ്ട്. ചിലരെ സംബന്ധിച്ച് ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനകത്ത് അവരുടേതായിട്ടുള്ള രീതികൾ, പ്രത്യേകതകൾ ഒക്കെ അഡോപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. തന്നെയല്ല, അതിനകത്തൊരു പുതുമ വേണമെന്നും ആഗ്രഹിക്കുന്നവരാണ്. ചില പങ്കാളികളെ സംബന്ധിച്ച് അവർ വ്യത്യസ്തമായ പല രീതികളും പരീക്ഷിച്ച് നോക്കാറുണ്ട്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ലൈംഗികതയിൽ വെറൈറ്റി രീതികൾ ചെയ്യാൻ ഇഷ്ടമുള്ള പങ്കാളികളെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ചിലർക്കത് കൂടുതലായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നത്? നമുക്കൊന്ന് നോക്കിയാലോ. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ചിലർക്കാണെങ്കിൽ ഈ സമയത്തൊരു പ്രത്യേക രീതിയിൽ ഡാൻസ് ചെയ്യുന്ന ഇഷ്ടമാണ്. ഇപ്പോൾ ഏത് തരത്തിലുള്ള നൃത്തമാണെങ്കിലും നമുക്കതിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ ആക്ഷൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു ലാംഗ്വേജാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നൃത്തങ്ങൾ ഇഷ്ടപ്പെടാനായിട്ട് നമുക്ക് പല കാരണങ്ങളുണ്ട്. അപ്പം നേരത്തെ തന്നെ നല്ല യുവത്വമുള്ള എനർജറ്റിക്കായിട്ടുള്ള ആൾക്കാർ ഇത് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏതൊരു വ്യക്തിക്കും ആകർഷണം തോന്നുന്ന എനർജറ്റിക്കായിട്ടുള്ള ബോഡി ലാംഗ്വേജ് ആണല്ലോ അവർക്കുള്ളത്. ചിലർക്കാണെങ്കിൽ കൂടുതൽ സമയവും ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കുന്നത് വളരെ ഇഷ്ടമാണ്. ചിലർക്കാണെങ്കിൽ അങ്ങനെയല്ല, മെൻ്റലി ആക്റ്റീവ് ആകാനാണ് ഇഷ്ടം. നമ്മളിപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട കാറ്റഗറിയിലുള്ള എനർജി ആയിരിക്കും നമ്മുടെ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് കാര്യം ആസ്വദിച്ച് ചെയ്യണമെങ്കിലും അതിൻ്റേതായ എനർജി ലെവൽ കൊണ്ടുവരണം. ലൈംഗികതയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പലതരത്തിലുള്ള വിഷയചിന്തയിൽ നിന്നും ഈ ഒരു തലത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മൂഡ് ക്രിയേറ്റ് ചെയ്യണം. പല പങ്കാളികളെ സംബന്ധിച്ചും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എനർജി ലെവൽ ക്രിയേറ്റ് ചെയ്യാതാണ് ഇതിനകത്ത് ഏർപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലർക്കും അത് ആസ്വദിക്കാൻ പറ്റാതെ വരുന്നതും. യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് മാത്രമല്ല ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങളുടെ മനസ്സിനകത്ത് സന്തോഷമുണ്ടെങ്കിലേ അത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേസമയം ടെൻഷനാണ് അല്ലെങ്കിൽ ദേഷ്യമാണെങ്കിലോ അതായിരിക്കും ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ പങ്കാളികൾ തമ്മിൽ വികാരം ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും മനസ്സിനകത്ത് അത് ആദ്യം ഉണ്ടാകണം. അപ്പോൾ ഈ എനർജി ലെവൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ഓരോരുത്തർക്കും ഓരോ മാർഗങ്ങളാണ്. ചിലർക്കാണെങ്കിൽ ഇതുപോലുള്ള നൃത്തത്തിൽ കൂടിയായിരിക്കും, ചിലർക്ക് സംസാരത്തിൽ കൂടിയായിരിക്കും, ചിലർക്കതല്ല റൊമാൻസ് കൂടെ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് തന്നെ പല കാറ്റഗറി ഉണ്ട്. ചിലർക്കാണെങ്കിൽ തനിച്ചാണെങ്കിലും ഇതുപോലുള്ള നൃത്തം ചെയ്ത് ആസ്വദിക്കാൻ കഴിയുന്നവരുണ്ട്. ചിലർക്കാണെങ്കിൽ ഒരു പങ്കാളിയുടെ കൂടെ നിന്ന് ചെയ്തെങ്കിലേ ഇഷ്ടപ്പെടത്തുള്ളൂ. ചില പങ്കാളികൾക്ക് ഈ ഒരു രീതി പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ലെവൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. തന്നെയല്ല, ഇതിനോട് കൂടുതൽ താല്പര്യവും തോന്നിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയോട് ചിലർക്ക് കൂടുതലായിട്ട് ഇഷ്ടം തോന്നുന്നത്? ഏറ്റവും പ്രധാനം ഇതിനോടുള്ള ആറ്റിറ്റ്യൂഡാണ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫാൻറ്റസികൾ, ഈ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഡോപ്പാമൈൻ, ഓക്സിറ്റോസിൻ, അതുപോലെ എൻഡോർഫിൻ, ഇതൊക്കെ തന്നെ കൂടുതലായിട്ട് റിലാക്സേഷൻ ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നൃത്തങ്ങൾ ചെയ്യുന്നവരെ സംബന്ധിച്ചും അത് ആസ്വദിക്കുന്നവരെ സംബന്ധിച്ചും അവരുടെ ബ്രെയിൻ ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊരു ഫിസിക്കൽ വർക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ഉണർവും ഉന്മേഷവും ഒക്കെ പെട്ടെന്നുണ്ടാവും. ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്കൊക്കെ നല്ല സ്മാർട്ടായിട്ടുള്ള, നല്ല വികാരമുള്ള, നല്ല ഊർജ്ജസ്വലതയുള്ളവരെയാണ് ഇഷ്ടം. പ്രത്യേകിച്ചും ഈ ഒരു കാര്യത്തിനകത്ത് നമ്മളെല്ലാവരും മോഹിക്കുന്നതും ആഗ്രഹിക്കുന്നതും അങ്ങനെയുള്ളവരെ തന്നെയാണ്. യഥാർത്ഥത്തിൽ രണ്ട് കൂട്ടർക്കും ഇതിൽ നിന്നും ഇൻഡയറക്റ്റായിട്ട് നല്ലൊരു വ്യായാമം കിട്ടുന്നുണ്ട്. ഫിസിക്കലി ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലെക്സിബിളായിട്ടുള്ള പങ്കാളിയോട് പുരുഷന്മാർക്ക് ഒരു പ്രത്യേക ആകർഷണമുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ആക്ടിവിറ്റീസ് ആയിരിക്കും നമ്മളെ കൂടുതലായിട്ടും ഇഷ്ടപ്പെടുത്തുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ മനസ്സിൽ പല കാര്യങ്ങളും കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലർക്കാണെങ്കിൽ മ്യൂസിക്കിനൊപ്പം ചില പ്രത്യേക ചുവടുകൾ വെക്കുന്നത് വളരെ ഇഷ്ടമാണ്. ചില ആക്ഷൻസ് അവർക്ക് സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു മൂഡ് വരുമ്പോൾ മാത്രം ഒരു പ്രത്യേക രീതിയിൽ ചിന്തിക്കുകയും സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്ന ധാരാളം പങ്കാളികളുണ്ട്. ഈ ഒരു സമയത്ത് സ്നേഹമുള്ള രണ്ട് വ്യക്തികൾക്കിടയിൽ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. ഇപ്പം നിങ്ങളെ എങ്ങനെയാണ് മറ്റൊരാൾ കാണേണ്ടതെന്നും വിലയിരുത്തേണ്ടതെന്നും നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. സ്മാർട്ടായിട്ട് തോന്നണോ, റിച്ചായിട്ട് തോന്നണോ, അതോ പൂറായിട്ട് തോന്നണോ, ഹെൽത്തി ആയിട്ട് തോന്നണോ, അതോ ഒരു ആകർഷണവും തോന്നിപ്പിക്കണ്ടായോ, ഇതെല്ലാം നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഈ ഒരു സബ്ജക്റ്റ് ഞാനിപ്പോൾ പറയാൻ കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡ് റിച്ച് കലോറിയാണ്. എന്നാൽ അതിനനുസരിച്ചുള്ള ഒരു വ്യായാമം പലർക്കുമില്ല. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടുന്ന തരത്തിലുള്ളൊരു ഷെയറിംഗ് ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ചില മെത്തേഡുകൾ ചെയ്യുമ്പോൾ, ചില പൊസിഷൻസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വ്യായാമമാണ്.
കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിനകത്തൊരു ഫാൻറ്റസി വേണം, ഒരു റോൾ മോഡൽ വേണം. എങ്കിൽ മാത്രമേ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. തന്നെയല്ല ഇടയ്ക്കൊക്കെ നമ്മൾ ചെയ്യത്തുള്ളൂ. ഇപ്പം നമ്മൾ ഏത് കാര്യമാണെങ്കിലും അത് സ്വയം ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനകത്തൊരു സന്തോഷം ഉണ്ടാകും, സംതൃപ്തി ഉണ്ടാകും, ആത്മവിശ്വാസം ഉണ്ടാകും. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.